മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കരുണയ്ക്കാണെങ്കിൽ വളരെയേറെ സങ്കടമാകുന്നുണ്ട്. അങ്ങനെ കരുണ പ്രതീക്ഷിക്കാത്തതെല്ലാം നടന്നത് കണ്ട് കരുണയാണെങ്കിൽ ആകെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. മോളിങ്ങനെ വിഷമിക്കേണ്ട എന്നും മോളെപ്പോലെ തന്നെ അമ്മയ്ക്ക് ഒരുപാട് വിഷമമുണ്ടെന്നെല്ലാം ദുർഗ പറയുന്നത് കേട്ട് കരുണയാണെങ്കിൽ ആകെ വിഷമത്തോടു കൂടി തന്നെ കരച്ചിൽ തന്നെയാണ്. ഉണ്ണി പറയുന്നുണ്ട്, നിങ്ങൾക്കെല്ലാം ഇപ്പോൾ മനസ്സിലായില്ലേ ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും ദിവസം ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് നടന്നതെന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ തന്നെ ബോധ്യമായല്ലോ, അത് മതി എന്നെല്ലാം ഉണ്ണിയും പറയുന്നുണ്ട്. പിന്നീട് മഹാലക്ഷ്മിയെ കൊണ്ടുപോയതിൽ വളരെയേറെ സങ്കടത്തോടു ഇരിക്കുകയാണ് നമ്മുടെ ലേഖ പറയുന്നുണ്ട്, എന്താണെങ്കിലും ഇപ്രാവശ്യത്തെ വിഷു ഇങ്ങനെ ആയിപ്പോയല്ലോ അനന്തുവേട്ടാ എന്ന് പറയുമ്പോൾ നമ്മുടെ വിഷു ഒന്നും ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. കാരണം അവൻ എത്ര നാളായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു സത്യമാണ്. അതെല്ലാം ഇന്ന് പുറത്ത് പറഞ്ഞതിൻ്റെ സന്തോഷമായിരിക്കും അവനിക്കുണ്ടാകുന്നതെന്നെല്ലാം അനന്ത് പറയുന്നുണ്ട്. മഹിയെയും കൊണ്ടുപോയതിന് ശേഷം കണ്ണേട്ടൻ ഒന്ന് വിളിച്ചില്ലല്ലോ, അതുകൊണ്ട് ഒരു വിവരവും അറിയാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, എന്താണെങ്കിലും ഞാൻ എൻ്റെ വീടല്ലേ, ഒന്ന് പോയിട്ട് എല്ലാം അന്വേഷിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു ആണെങ്കിൽ അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നീട് കരുണ റൂമിലോട്ട് വരുമ്പോഴേക്കും ആകെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. ഉണ്ണി പറയുന്നുണ്ട്, നീ ഇത്രയും നാളും എന്നെ ഒരു മണ്ടനാക്കി വെച്ചിരുന്നതല്ലേ, ഇപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോഴെങ്കിലും നിനക്ക് വിശ്വാസമായല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ണിയേട്ടൻ്റെ മുന്നിൽ ഈ ഒരു കാര്യത്തിൽ മാത്രം ഞാൻ തോറ്റുപോയി. ഞാൻ ഈ ഒരു കാര്യത്തിൽ നിന്നല്ല എല്ലാവരുടെ മുന്നിലും ഞാൻ തോറ്റു. എനിക്കുണ്ടായിരുന്ന കുഞ്ഞു പോലും നഷ്ടപ്പെട്ടു. ഞാനിനി ഒരിക്കലും ഗർഭിണി പോലും ആകില്ല എന്നെല്ലാം കരുണ ആണെങ്കിൽ ആകെ ആദ്യം പിടിക്കുന്നുണ്ട്. നീയും അമ്മയും നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള എല്ലാ സമ്മാനങ്ങളും പൊത്തിപ്പിടിച്ചിരുന്നോ എന്ന് പറയുമ്പോഴേക്കും കരുണയാണെങ്കിൽ കരുണയുടെ കഴുത്തിൽ കിടക്കുന്ന മാലയിനെ പൊട്ടിച്ചെടുത്തുകൊണ്ട് തന്നെ മഹാലക്ഷ്മിയുടെ മുറിയിലോട്ട് പോകുന്നു. അങ്ങനെ മഹാലക്ഷ്മിയുടെ നേരെ തന്നെ എടുത്തെറിയുന്നുണ്ട്. തൻ്റെ ഒരു വിഷു സമ്മാനം തൻ്റെ ഭാര്യ തന്നെ എടുത്തോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മിയുടെ നേരെ എറിയുന്നു. ഇത് കണ്ട് ആകെ ദേഷ്യപ്പെടുന്നുണ്ട് കണ്ണൻ പറയുന്നുണ്ട്, എന്താണെങ്കിലും നിനക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റിയല്ലോ എന്ന് മഹാലക്ഷ്മിയോടായിട്ട് പറയുന്നു. തനിക്ക് നാണമില്ലേടോ, താൻ ഇത്രയും നാൾ ഞങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവളുടെ വയറ്റിൽ കിടക്കുന്ന ഈ കുഞ്ഞിൻ്റെ അച്ഛൻ ഇപ്പോഴും താങ്കളാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ നിന്നെ വിശ്വസിപ്പിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല എന്നെല്ലാം കണ്ണനും മഹിയും പറയുന്നുണ്ട്. ഇതിനെല്ലാം നീ അനുഭവിക്കടി എന്നെല്ലാം പ്രായിക്കൊണ്ട് തന്നെ കരുണയാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നു. ഇത് കേട്ട് മഹിക്ക് വളരെ സങ്കടമാകുന്നുണ്ട്. അങ്ങനെ മഹിയെ ആശ്വസിപ്പിക്കുന്നുണ്ട് കണ്ണൻ. പിന്നീട് കമലേശ്വരത്തോട്ട് വരികയാണ് മഞ്ജുവിനെ കാണുന്നതും ദുർഗയ്ക്കും ഉണ്ണിക്കും കരുണയ്ക്കും എല്ലാം ആകെ ദേഷ്യമാകുന്നുണ്ട്. പക്ഷേ ഒന്നും മിണ്ടാതെ തന്നെ അവരിയ്ക്കുകയാണ്. അങ്ങനെ മഞ്ജു ആണെങ്കിൽ അവരോടൊന്നും സംസാരിക്കാതെ തന്നെ നമ്മുടെ മഹിയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഏട്ടത്തി ഞാനിപ്പോൾ തന്നെ വന്നത് ഏട്ടത്തിയോട് ഒരു കാര്യം പറയാൻ വേണ്ടിയാണ്. ഏട്ടത്തി കൂടുതൽ ഇനി ശ്രദ്ധിക്കണം. ഇവരെല്ലാം ആകെ ദേഷ്യപ്പെട്ട് തന്നെ ഇരിക്കുകയാണ്. ഇവരൊക്കെ എന്താണ് എപ്പോഴാണ് ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് വളരെയേറെ ശ്രദ്ധിക്കണമെന്ന് പറയാൻ കൂടി തന്നെയാണ് ഞാൻ ഇത്ര പെട്ടെന്ന് ഇങ്ങോട്ട് വന്നതെന്നെല്ലാം പറയുമ്പോൾ മഹി പറയുന്നുണ്ട്, അതെല്ലാം എനിക്കറിയാം മഞ്ജു, അതെല്ലാം മനസ്സിൽ കരുതിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നീ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, അതെല്ലാം ഞങ്ങൾ നന്നായിട്ട് തന്നെ ശ്രദ്ധിച്ചോളാമെന്ന് മഹി പറയുന്നുണ്ട്. പിന്നീട് മഹിയും കണ്ണനും കൂടെ പുറത്തോട്ട് പോകാനായിട്ട് റെഡിയായി വരികയാണ്. അതേസമയം എല്ലാവരും ഹാളിൽ ഒത്തുകൂടിയിരിക്കുന്നുണ്ട്. അവരെല്ലാവരും ഈ ഒരു ചർച്ചയിൽ തന്നെയാണ്. അവർക്കാണെങ്കിൽ ഇതൊന്നും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ തന്നെയാണ്. അങ്ങനെ ദുർഗയാണെങ്കിൽ വന്ന് ചോദിക്കുന്നുണ്ട് കണ്ണനോട്, നീ എന്നാലും ഞങ്ങളെ ഇങ്ങനെയെല്ലാം പറ്റിച്ച് കളഞ്ഞല്ലോ, നീ പറയുന്നതൊന്നും ഇപ്പോഴും ഞങ്ങൾക്ക് വിശ്വാസമായിട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങളിത് വിശ്വസിച്ചേ പറ്റൂ. ഞാനുള്ള കാര്യം തന്നെയാണ് പറഞ്ഞത്, ഇനിയൊന്നും മറച്ചു വെക്കേണ്ട കാര്യം എനിക്കില്ല. അതുകൊണ്ട് എല്ലാവരും കേൾക്കെ തന്നെ ഇനിയും ഒന്നുകൂടെ പറയാം, ഇതെൻ്റെ കുഞ്ഞു തന്നെയാണ്. അതുകൊണ്ട് ഇനി അമ്മയും കുഞ്ഞും ഇവിടെ തന്നെയായിരിക്കും താമസിക്കുന്നത്. അതിലൊട്ടും ഇഷ്ടമില്ലാത്തവരാരാണെങ്കിലും ഇവിടെ നിന്നും പൊക്കോണം, അല്ലാതെ ഞാൻ ആരെയും ഇവിടെ നിർബന്ധിച്ച് നിർത്തുന്നില്ല. എൻ്റെ മഹിയും എൻ്റെ കുഞ്ഞും എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. അതിൽ ഇഷ്ടമില്ലാത്തവർക്ക് പോകാമെന്നെല്ലാം വീണ്ടും കണ്ണൻ പറയുന്നത് കേട്ട് എല്ലാവരും ആകെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഉണ്ണി ചോദിക്കുന്നുണ്ട്, അപ്പോൾ എല്ലാവരെയും ഇവിടെ നിന്ന് ഇറക്കി വിടാൻ തന്നെയാണോ നിങ്ങളുടെ തീരുമാനമെന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇവിടെ നിൽക്കാം, അല്ലെങ്കിൽ പോകാം. പക്ഷെ നിന്നെയൊക്കെ ഇവിടെ നിർത്തിയതിൻ്റെ മെയിൻ കാരണം ഞങ്ങളുടെ മനസ്സിൻ്റെ അലിവ് കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ നീയൊന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നമേ അല്ലായിരിക്കും എന്നെല്ലാം കണ്ണൻ പറയുന്നത് കണ്ട് ദേഷ്യം കൂടുന്നുണ്ട് ഉണ്ണിക്കും കരുണയ്ക്കും ദുർഗയ്ക്കുമെല്ലാം. അങ്ങനെ ദുർഗയാണെങ്കിൽ ആകെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ കണ്ണനെ നോക്കുകയാണ്. ഇത് എൻ്റെ അച്ഛൻ്റെയും കൂടെ വീടാണ്, അതുകൊണ്ട് താങ്കൾ ഇവിടെ നിന്ന് ഇറക്കി വിടേണ്ട യാതൊരു അവകാശവും തങ്ങൾക്കില്ല എന്നെല്ലാം പറയുമ്പോഴേക്കും കണ്ണൻ പറയുന്നുണ്ട്, അത് നിനക്ക് വെറും തോന്നൽ മാത്രമാണ്. ഇതിപ്പോൾ എൻ്റെയും എൻ്റെ മഹിയുടെയും വീടാണ്. അതുകൊണ്ട് ഞങ്ങളിവിടെ സന്തോഷകരമായിട്ട് ജീവിക്കണമെങ്കിൽ നിങ്ങളൊന്നും ഇവിടെ ഇല്ലാതിരിക്കുന്നത് തന്നെയാണ് ഞങ്ങൾക്ക് നല്ലത്. അതുകൊണ്ട് നേരാവണ്ണം ജീവിച്ച് പോകാമെങ്കിൽ മാത്രം ഇവിടെ നിന്നാൽ മതിയെന്നെല്ലാം വീണ്ടും പറയുന്നത് കേട്ട് എല്ലാവരും വീണ്ടും ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. അങ്ങനെ കണ്ണൻ്റെ തീരുമാനങ്ങളെല്ലാം വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. അതിലെല്ലാം ശത്രുക്കൾക്കെല്ലാം വളരെ ദേഷ്യമുണ്ടെങ്കിലും അതൊന്നും നടക്കാത്ത ഒരവസ്ഥയിൽ തന്നെയാണ് ഇനിയുള്ള കഥയുടെ മുന്നോട്ടുള്ള നീക്കം. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.